ഇന്ന് ബർത്ത്ഡേക്കാരനെ രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകാനായിട്ട് രാവിലെ അമ്മയാണെങ്കിൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഉത്സവം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടുത്തെ നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അപ്പോൾ രാവിലെ ഞാൻ അവനെ ഉണർത്തി. അവൻ എൻ്റെ കൂടെ, ഞാൻ എണീക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ എണീക്കും കേട്ടോ സച്ചൂട്ടൻ. പിന്നെ സച്ചൂട്ടൻ എണീച്ച് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ചൂട്ടിനെ എങ്ങനെയെങ്കിലും ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ്. കൊച്ച് നല്ല ഉറക്കത്തിൽ കിടന്നെയാണ്, അതിനെ കുത്തി ഉണർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ ഒരു പരാതി പറയുന്നുണ്ട്, അവനെ ഉണർത്തി എന്നും പറഞ്ഞൊരു പരാതി പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്. ഈ സച്ചൂട്ടനാണ് ആദ്യം ഉണരുന്നതെങ്കിൽ റിച്ചൂട്ടനെ ഉണർത്താൻ അവൻ മിടുക്കനാണ്. അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലായാലും സച്ചൂട്ടൻ ഉണർത്തിക്കോളും റിച്ചൂട്ടനെ. അപ്പോൾ എനിക്ക് രാവിലെ കിടന്ന് ബഹളം വെച്ച് ഉണർത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ അവനെ കുളിപ്പിച്ച് ഞാൻ രണ്ടുപേരെ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത് അവൻ്റെ മാമൻ കൊണ്ട് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ മാമന് ബർത്ത്ഡേയുടെ അന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് തലേന്ന് വന്നിട്ട് കുഞ്ഞിന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പോയി. പിന്നെ എന്താ, സച്ചൂട്ടനെ ഒരുക്കി റിച്ചൂട്ടനെ ഒരുക്കി അമ്മ അമ്പലത്തിൽ കൊണ്ടുപോയി. രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം റിച്ചൂട്ടന് പിന്നെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെ കണ്ടൊക്കെ അമ്മ പിന്നെ ഒരു ഓട്ടോ വിളിച്ചങ്ങോട്ട് പോയി. ഓട്ടോ വിളിച്ച് പോയി. പിന്നെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് രണ്ടുപേരും കൂടെ വന്നു. അപ്പം നല്ല ഭക്തിമയമായിട്ടൊക്കെ ഇരിക്കുകയാണ്. കുറിയൊക്കെ തൊട്ട് സുന്ദര കുട്ടപ്പൻ ബർത്ത്ഡേക്കാരൻ. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ വന്നിരുന്ന് കളിച്ച് പിന്നെ ചെറിയ രീതിയിലൊരു സദ്യയൊക്കെ ഉണ്ടാക്കി. കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയുള്ളൂ, എങ്കിലും ചെറുതായിട്ട് ചെറിയൊരു രീതിയിൽ അവൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, ചെറിയ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി. അവന് ആദ്യമായിട്ടാണ് അവനിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കഴിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. കാരണം അവൻ ഫുഡൊന്നും അങ്ങനെ കഴിക്കത്തില്ല എടുത്ത്, എങ്കിലും ഒരു വാരി വലിച്ച് അവിടെ എവിടെയൊക്കെ ഇടുന്നതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ ആദ്യം തന്നെ പുള്ളിക്കാരൻ പപ്പടമാണ് എടുത്തത്. ചോറിലോട്ടൊന്നും ആദ്യം പിടി പോയില്ല. ആദ്യം പപ്പടം എല്ലാം പൊടിച്ചെല്ലാം 4 വിധത്തിലാക്കിയതിന് ശേഷം പിന്നെ ചോറിലോട്ട് കൈ കടത്തത്തുള്ളൂ. പിന്നെ എൻ്റെ മൂത്ത പുത്രന് പപ്പടം എന്ന് വെച്ചാൽ അവൻ മരിക്കും. അവന് പപ്പടം കിട്ടിക്കഴിഞ്ഞാൽ അവന് ചോറും വേണ്ട, ഒന്നും വേണ്ട, കുറേ പപ്പടം വറുത്തങ്ങ് കൊടുത്താൽ മതി. പിന്നെ കുറേ നേരം സച്ചൂട്ടൻ പിന്നെ ചോറിലൊക്കെ കുറച്ച് കളിച്ചുകൊണ്ടിരുന്നു. ഒരു വറ്റ് പോലും അവൻ്റെ വായിലോട്ട് പോയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കറികളും എല്ലാം എടുത്തിട്ട് കുഴയ്ക്കുന്നുണ്ട്, നല്ല രീതിയിൽ കുഴച്ചടിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വായിലോട്ട് പോകുന്നില്ല. അങ്ങനെ ചെറിയൊരു ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഒരു വയസ്സ് അങ്ങനെ ഒരു കേക്ക് കട്ടിങ് കൂടെ കഴിഞ്ഞു. അങ്ങനെ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. വലുത് രീതിയിലൊന്നും ആഘോഷിച്ചൊന്നുമില്ല കേട്ടോ. ചെറിയ രീതിയിൽ ഞങ്ങൾ വീട്ടിൽ മാത്രമേ കേക്ക് കട്ടിങ് ഒക്കെ നടത്തിയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.